അപ്പൊ നമ്മളെന്താ പരിപാടി? പെഷവേര് സിറിപ്പായി, പോത്തിന്റെ തലയും കാലും ഇട്ട് ഒരു 8-9 മണിക്കൂർ ഉപയോഗിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഈ പെഷവേര് സിറിപ്പായി. അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് കേട്ടത്. പക്ഷെ നമ്മൾ ഇത് വൈകുന്നേരത്തേക്കാക്കി കേട്ടാ. അപ്പൊ നമുക്ക് ഇത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിന്, വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി പെഷവേര് സിറിപ്പായി ഉണ്ടാക്കാം. കഴിഞ്ഞില്ലേ? നല്ലോണം കഴിഞ്ഞെടുക്കല്ലേ. പിടിച്ചോ. ചട്ടി വെക്കേ. ഇത് ഒരല്പം മഞ്ഞൾപ്പൊടി, ക്രഷ് ചെയ്ത വറമുളക്, പൊടിയല്ല, നല്ല ക്രഷ് ചെയ്താണ്. കുറച്ച് മല്ലി ക്രഷ് ചെയ്തത്, കൂടുതൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ചത്, കുറച്ച് പച്ചമുളക് ചതച്ചത്, പാകത്തിന് ഉപ്പ്, വെള്ളം. ഇനി നമ്മൾ ഇളക്കൊന്നും ഇരട്ടാ, അങ്ങനെ വേവിക്കണേ. ഒരു 5-6 മണിക്കൂർ ഫുള്ള് സ്റ്റീം ചെയ്ത് വേവിക്കാം. അവിടെ ഇരിക്കട്ടെ. കുറച്ച് ഓയിൽ വെച്ചു. അപ്പൊ തിളച്ചെന്താണ്, പത പൊങ്ങിയില്ല. ഹലോ. അങ്ങനെ ഏകദേശം ഒരു 5-6 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ. വളരെ ചെറിയ ചൂടിലാണ് നമ്മൾ കത്തിച്ചിട്ടാ. എന്നാ തുറന്നു നോക്കല്ലത്, വെള്ളം പറ്റി പകുതിയായിട്ടാ. വാ, പഞ്ഞു പോലെയായി. എടുത്തോ എടുത്തോ. ടേസ്റ്റ് നോക്കണം അല്ലേ? എന്ത് പഞ്ഞു പോലെ. വാ, ഏകദേശം ചെറിയ വരുന്നത് കാണുമ്പോ ഇതിങ്ങനെ സൂപ്പ് സ്റ്റൈലാട്ടാ. ഇത് ശരിക്കും സൂപ്പായിട്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ പാകിസ്ഥാനിൽ കഴിക്കുന്നതാ. മാറ്റിക്കാം. ടേസ്റ്റ് നോക്കാം. എടുത്തോ. നമ്മൾ പാകിസ്ഥാൻ്റെ സാധനം കഴിക്കുമ്പോൾ പാകിസ്ഥാൻ റൊട്ടി കണ്ടാ, ഇതുപോലെ ഇരിക്കുന്ന റൊട്ടി. ഇത് എത്ര വേണം? 3 വെച്ചാൽ തന്നെ ഇവിടെ ഇല നിറഞ്ഞതാണ്. ഡോക്ടർ അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മുടെ മെയിൻ ഷെഫിന് നോമ്പായതുകൊണ്ട് ബാക്കിയുള്ള ടേസ്റ്റ് നോക്കാണ്. ഇത് എങ്ങനെ കഴിക്കാന്നറിയില്ലപ്പാ. അങ്ങനെ തന്നെ കഴിക്കണം. അങ്ങനെയാ അടിപൊളി. നല്ല ടേസ്റ്റ് ആണ്. കഴിച്ചോളൂ. എടുത്ത് കളയണം, അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കാം. അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പൂ പോലെ വന്നിട്ടില്ല.
ഇതേ നല്ല ഇതുണ്ട് നല്ല സോഫ്റ്റായി അങ്ങനെ സൂപ്പറാണ് കേട്ടോ പഞ്ഞുപോലെ ആയില്ലേ സംഭവം ഇതാ അവിടെ നടത്തോ സംഭവം സെറ്റ് സാധനം മെയിനായ സെറ്റ് വേണം എങ്ങനെയുണ്ട് രജിഷ? കണ്ടോട്ടെ എങ്ങനെയുണ്ട്? അതെ സാധനം കൊണ്ടുണ്ട് സംഭവം ശരിക്കും അതിന്റെ ടേസ്റ്റ് കിട്ടുന്നത് സംഭവം ഇനിയും കുറേ നേരം കൂടി വെക്കുകയാണെങ്കിൽ സംഗതി അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് സമയമില്ല, ഇരുട്ടായിക്കൊണ്ടിരിക്കണം. പക്ഷെ സാധനം അടുപ്പത്ത് ഇപ്പോഴും വെന്തുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ഇനിയും കുറേ നമ്മുടെ കുട്ടികൾ വരാണ്ട്, അവർ വരുമ്പോഴേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റല്ലേ. സാധനം എങ്ങനെയുണ്ട് കണ്ടാ? ഈ നാക്കൊക്കെ നാക്കിന്റെ തൊലിയൊക്കെ അടത്തെടുത്തിട്ട് കഴിക്കണം കേട്ടാ. നാക്കാണ് നല്ല ടേസ്റ്റ്. അത് നാക്കിൽ വെള്ളം എടുത്താൽ അതിങ്ങനെ തൊലിയില്ല, ഇത് അങ്ങനെ അടത്തെടുക്കട്ടാ. ഇതിന് അടുത്തേ വരും സാധനം, നല്ല ചൂടുള്ള സാധനം. ഇതെങ്ങനെയുണ്ട്? അതിന്റെ ഗ്രേവി സൂപ്പ് എങ്ങനെയുണ്ട്? ഇത് ശരിക്കും സൂപ്പാണ് കേട്ടോ. പാകിസ്ഥാന്റെ പെഷവേർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന ബീഫിന്റെ തലയും കാലും വെച്ചുണ്ടാക്കുന്ന ഒരു സൂപ്പാണിത്. അപ്പോൾ ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ രതീഷിൻ്റെ അടുത്ത് ഡോക്ടർ എന്താ പറയുക, ചപ്പാത്തി ഒരു ദിവസം ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരെണ്ണം കഴിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചപ്പാത്തി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കി. ഒരു ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇത്ര ഒരു ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ സംഭവം ഇനി നമ്മുടെ സാധനം ഒരുപാടുണ്ട്. അപ്പോൾ ഇനി കുറേ കുട്ടികൾ വരാണ്ട്, അവർ വന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴേ ശരിക്കും പാകുള്ളൂ. ശരിക്കും 8 മുതൽ 12 മണിക്കൂർ വരെ ഈ സാധനം ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ഇരുന്നിരുന്നിരുന്നിരുന്ന് തിളച്ചിട്ട് ആ സൂപ്പ് മുഴുവന് ഇതിലേക്ക് ഇറങ്ങണം. അതിൻ്റെ മജ്ജയും സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ അല്ലേ. അതെ സംഭവം അടിപൊളി സൂപ്പർ. അപ്പോൾ സംഭവം അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. അപ്പോൾ ഇനി നമ്മുടെ സാധനമുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.